ഹായ് കൂട്ടുകാരെ, ഷിജോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ അതെ നമ്മുടെ ശരണ്യ ഇന്ന് തേകണ്ട ഏത്തപ്പഴവും ബ്രെഡും ഒക്കെ കൊണ്ട് തേങ്ങ അപ്പൊ അങ്ങനെ ഏത്തപ്പഴവും ബ്രെഡും തേങ്ങായും കൊണ്ട് നല്ലൊരു പരീക്ഷണം അല്ലേ. പരീക്ഷണം എന്ന് വെച്ചാൽ നല്ലൊരു പലഹാരമാണ്. അപ്പൊ ശരണ്യക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തതാണ് ഇന്ന പോലെ ഒരു ഇത് ചെയ്യണമെന്ന്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ ശരണ്യയുടെ നമ്പർ അറിയാമല്ല. അപ്പൊ ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ശരണ്യ ചെയ്യുന്നതാണ്. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഒത്തിരി പറഞ്ഞങ്ങോട്ട് നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്ക് പോയാം. ശരണ്യ എവിടെ വരെ? ഏത്തക്ക പുഴുങ്ങാൻ വെക്കാൻ പോയിരുന്നതേ അല്ല. അപ്പൊ ഇത് ഇനി ഇത് പുഴുങ്ങിയൊക്കെ വരണ്ടേ? പെട്ടെന്ന് പുഴുങ്ങി കിട്ടുവാ? ആണോ? അപ്പൊ ഈ 3 ഏത്തപ്പഴം മതിയാ? 3 ഏത്തപ്പഴം മതിയല്ലേ? അതിൽ കൂടുതൽ വേണം, അതിൽ കൂടുതൽ ഒത്തിരിയാവും. അപ്പൊ നമുക്ക് 3 മതി. ഞാൻ 2 എടുത്തത്. എക്സ്ട്രാ എടുക്കട്ടെന്നോർക്ക്. എനിക്ക് ബാക്കി ഒരു കഷ്ണാണെങ്കിലും പുഴുങ്ങിയത് തിന്നുകയും ചെയ്യാമല്ലോ. വെള്ളം കൂടെ എടുക്കട്ടെ. അങ്ങനെ ശരണ്യ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് പുഴുങ്ങി വരട്ടെ അല്ലേ? ഇപ്പൊ പുഴുങ്ങും. ആവി വെച്ച പാത്രം വെച്ച് ഇനി നമ്മള് പിച്ചാത്തി താഴെ വീണ പേടിക്കണ്ട. പിച്ചാത്തിയാണല്ലേ? 3 കഷ്ണമായിട്ട് നമ്മള് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് അവിടെ വെച്ചു. പെട്ടെന്നുള്ള പരിപാടിയാണല്ലേ? എന്നാൽ ഞാൻ തന്നെ എടുത്തു തരാം ഏത്തപ്പഴം. കൂട്ടുകാരെ, ഇതുപോലെ ഇച്ചിരി പഴുത്ത ഏത്തപ്പഴം തന്നെ വേണം അല്ലേ? ഇങ്ങനെ പഴുത്തതാണ്. ഇതിന്റെ കറുത്ത പഴമില്ലേ? അതാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. സൂപ്പറാ. അപ്പൊ കൂട്ടുകാരെ, ഇതെങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി വെച്ചൊന്ന് വെന്ത് വരട്ടെ അല്ലേ? ഈ ഗ്യാസിൽ തന്നെ വെക്കുകയാണ്. CNG വെക്കുന്നില്ല. തേങ്ങ വേണം അല്ലേ? അമ്മ ഇച്ചിരി തേങ്ങ ചിരണ്ടി കൊടുക്കാം. ശരണ്യ എന്നെ എടുക്കാൻ പോവുകയാണ്. അമ്മ തേങ്ങ ചിരണ്ടി തന്നായിരുന്നു അല്ലേ? ഇതൊന്ന് വറുത്തെടുക്കണം അല്ലേ? അപ്പൊ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. തവിയൊക്കെ എപ്പോഴും എടുക്കുമ്പോ ഒന്ന് കഴുകി എടുക്കുക അല്ലേ? പിന്നെ എല്ലാ ദിവസവും ശരണ്യ കഴുകി വെക്കുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മളെ അമ്മ മേടിച്ചു തന്ന പാത്രം അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി ഇത് നന്നായിട്ട് വറുക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാക്കി കിട്ടി തണുത്ത് കഴിയുമ്പോ ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. തേങ്ങ മിക്സിയിലിട്ട് പൊടിക്കണം. തേങ്ങയും നമ്മള് ബ്രെഡ് അതും കൂടെ ഇട്ട് പൊടിക്കണം. അത് ഇതൊന്ന് ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ശരണ്യയുടെ ഈ ഇന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞത് ആരാണ്? മായ എന്ന് പറയുന്ന ചേച്ചിയാണ്. അപ്പം ആ ചേച്ചിയാണ് ശരണ്യയുടെ ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തതല്ലേ ഇന്ന പോലെയൊക്കെ ചെയ്യണോ? അപ്പം അങ്ങനെ ഫോണിൽ കൂടി പറഞ്ഞ അറിവേ ഉള്ളൂ. എന്റെ ജലാംശം ഒക്കെ മാറി. അപ്പൊ ഇനി അത് ഓഫാക്കുക. ചെറുതായിട്ട് തണുത്ത് കിട്ടണം അല്ലേ? ഇനിയാണ് എന്നിട്ടാണ് പൊടിക്കുന്നത്. എന്റെ ശരണ്യ ചൂട് സമയത്ത് പറയും ഭയങ്കര ചൂടാ. മഴ വരുമ്പോ പറയും അയ്യോ ഇവിടെ ഭയങ്കര മഴയാണ്.
പക്ഷെ ഇതെല്ലാം മനുഷ്യന് വേണ്ടതല്ലേ. എല്ലാം വേണ്ടില്ല. അപ്പൊ അതിനത് പാണിന്റെ അവിടെ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് തരാം. അപ്പൊ കൂട്ടുകാരെ ഇത് ഞാനൊന്ന് പൊടിക്കാം. പഞ്ചാരയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ബ്രെഡ് ആണല്ലേ? അത് കൂട്ടുകാരോട് പറഞ്ഞേക്കണം. ബ്രെഡ് പൊടിക്കാൻ പോയി തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർക്കും. ഇച്ചിരി ഏലക്കായ പൊടിയും രുചിക്ക് വേണ്ടി ചേർക്കണം. അപ്പൊ അതിനോട് പൊടിച്ചോണ്ട് തന്നെ കാണിക്കാം. അതിൽ എങ്ങനെ പൊടിച്ചിരുന്നത് കൊണ്ടായോ? ഇത് ചെറുതായിട്ട് കീറണം അല്ലേ? ഞാൻ കാണിച്ചു തരാം. കണ്ട, എനിക്കും അറിയാവേ. നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാർ. അങ്ങനെ ജാർ എടുത്തല്ലേ? നല്ല ഉണങ്ങിയത് വേണം കേട്ടോ. ഇതുപോലെ കണ്ടോ, വെള്ളം മഴം ഒട്ടും കാണല്ലേ. എന്നിട്ട് അതിലാട്ട് ഇടണം അല്ലേ? നമ്മൾ പിച്ചി 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 ചെറിയതായിട്ട് കീറിയിടും. അപ്പൊ ഇത് മൊത്തം കീറി ഇട്ടിട്ടൊക്കെ കാണിക്കാം. കുട്ടികളെ ഇതൊന്ന് പൊടിച്ചിട്ട് അത് കഴിയുമ്പോ തേങ്ങ ഇട്ട് പൊതിക്കാം. അതേ കണ്ട, നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അവിടെ ആരോ വന്നിട്ടുണ്ടല്ലേ? ആശ ചേച്ചി വന്നിട്ടുണ്ട്. അമ്മ അവിടെ സാധനം കൊടുക്കണ കണക്കൊക്കെ പറയണം. അപ്പൊ ഇതൊന്ന് പൊടിച്ചണ്ട് വരിക. കണ്ട, നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്നോ, ഞാൻ പൊടിക്കാൻ വേണ്ടി പൊടിയുന്നില്ല. ആദ്യമേ ഞാൻ രണ്ടായിട്ടാക്കി പൊടിച്ചു. ബ്രെഡ് രണ്ടായിട്ടാക്കി. അപ്പൊ ഈ തേങ്ങ അയച്ചിടും. അതെ, അപ്പൊ ഇനി അതുകൂടി പൊടിക്കണം അല്ലേ? അതുകൂടി പൊടിക്കണം. നമുക്ക് പഞ്ചാര വേണം. കണ്ടാ കൂട്ടുകാരെ, അതെ ഒന്ന് പൊടിച്ചത് ദേ ഇരിക്കുന്നു അല്ലേ? ഒന്ന് പൊടിച്ചത് ഇരിക്കുന്നു. മൂടി വെക്കാം. ഇനി ഇത് കൂടി ഒന്ന് പൊടിച്ചു വരട്ടെ അല്ലേ? അല്ലല്ല, കാണിക്കട്ടെ. പഞ്ചാര ഏലക്ക കഷ്ണം. പഞ്ചസാര ഇട്ടാ? പഞ്ചാര എടുക്കാൻ പോകും. അപ്പൊ അങ്ങനെ അതെ ശരണ്യ പഞ്ചസാര കൂടി ഇടിയാണ് അതിലാട്ടല്ലേ? 4 സ്പൂൺ പഞ്ചാര വേണം. മധുരം വേണം. പഞ്ചസാര കൂടി ഇട്ട്. ചേച്ചി ഒരു മധുരം നല്ലതായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മധുരം ഇട്ടിന് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഷുഗർ ഉള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കൂട്ടിയിട്ട്. ഞങ്ങൾ കുറച്ചേ ഇട്ടുള്ളൂ. ഞാൻ കണ്ടപ്പോ ഏതാണ്ട് കുറെ ഇട്ട പോലെ തോന്നി. ഇനിയിപ്പോ ഇട്ടത് പൊടിച്ചിട്. പൊടിച്ചോണ്ട് വരാം. അങ്ങനെ ശരണ്യ അതേ പൊടിച്ചണ്ടൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഇന്ന് കൂട്ടുകാരെ കാണിക്കണം കേട്ടാ. അപ്പൊ അത് അതിലായിട്ട് ഇടാൻ പോയാണ്. ആണല്ലേ? ആ ഏലക്കയുടെ ഒക്കെ നല്ല സ്മെല്ല് അടിക്കണം. കൂട്ടുകാരെ കണ്ട, അതേ ഇങ്ങനെ പൊടിച്ച് നല്ല പൊടിയാക്കിയല്ലേ? സൂപ്പർ പൊടിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പുതിയ പരീക്ഷണം ഇപ്പോഴേ വിജയിച്ചെന്ന് പറയാം. കണ്ടാ? കൊള്ളാം. അപ്പൊ ഇനി അടുത്ത എന്താ പരിപാടി? ഏത്തക്ക വെന്തില്ലല്ലേ? ഇനി അത് വേണ്ട, ഓഫാക്കി ഇട്. ചിലപ്പോ വെന്ത് കാണും. ഇനി ഒന്ന് തണുക്കണ്ടേ? കൈ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഞാൻ അമ്മേനെ വിളിക്കാം. ആ തുണിയൊക്കെ കേറി പിടിക്കും കേട്ടാ തീ. ഏത്തക്ക വെന്തിട്ടുണ്ടല്ലോ. കണ്ട, പിച്ചാത്തി താഴെ വീണ്. ഞാൻ പറയല്ലേ ശ്രദ്ധിക്കണമെന്ന്. നിർത്തിക്കോ. അങ്ങനെ ശരണ്യ ആ കടിപ്പൻ എടുത്തു. അങ്ങനെ ശരണ്യ എത്തിയല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം. അതിന്ന് കൈ പൊള്ളരുത് എടുക്കുമ്പോ. കൈ പൊള്ളിയല്ലേ? അങ്ങനെ ശരണ്യ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എത്തുവാ? ഞാൻ എടുക്കണ? ഞാൻ എടുത്തു തരാം. എത്തും. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തന്നെത്താൻ ചെയ്യാൻ അല്ലേ? നല്ല രസമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോ എത്തി ഒലിഞ്ഞ് എത്തിക്കണ പോലെ തോന്നണം. അതുകൊണ്ടാണ് കേട്ടാ ചോദിക്കണം. പിന്നെ നമ്മുടെ അമ്മ എന്തേ? അമ്മ ആ ചേച്ചിയോട് വർത്താനം പറഞ്ഞിട്ട് പിന്നെ കണ്ടില്ലല്ലോ. രണ്ടുപേരും കൂടി പുറത്തായിട്ട് പോയോ? കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് കുഴച്ച് കൂട്ടണം. അപ്പൊ അതിന്റെ തൊലി കളയണ്ടേ? ശരി, എന്നാ ഞാൻ ആ നേരത്തെ ഇതിന്റെ തൊലിയൊക്കെ കളയട്ടെ ശരണ്യ. ഏത്തക്ക എടുത്തോണ്ടിരിക്കുക. എന്തുവാ പൂവുണ്ടാക്കുന്നു? പൂവല്ലേ, കണ്ട ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ ചൂടോടുകൂടി സൂപ്പർ. അല്ലേ, എനിക്ക്
എടുത്തരാന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല ഞാൻ ഇത് കൂടുതലുണ്ട് എനിക്ക് ആദ്യം തിന്നാനാണ്. എന്നാ തിന്ന്. അതെ അമ്മ വന്നുണ്ട്. അമ്മ പുതിയ റെസിപ്പി ഇങ്ങനെ പഴം പുഴുങ്ങുക തിന്നണത് എങ്ങനെയാണ്? തലി വിളിച്ച് തിന്നുക. അതെ പഴം അപ്പൊ എനിക്ക് പുഴുങ്ങി അല്ലല്ലേ നിങ്ങളെ അമ്മയും മോനും കളിച്ചമ്മ എനിക്ക് പരീക്ഷണം ചെയ്യാൻ കാണത്തില്ലല്ലോ. പരീക്ഷണം ചെയ്യാൻ ഇത്ര വേണ്ടല്ലോ അല്ലേ? എന്റെ ചരനെ ഇനി ഇരിക്കാം. ചൂടുണ്ടമ്മ. അപ്പൊ കൂട്ടുകാരെ ഞാൻ ഇത് മൊത്തം തിന്നു കഴിഞ്ഞ് ബാക്കി തൊലി പൊളിക്കുന്നതാണ് അല്ലേ? ശനിയൊക്കെ വേണം. എനിക്ക് വേണ്ട. ഞാൻ ശനിയോട് ചോദിക്കാൻ ശനി അങ്ങനെ തിന്നാറില്ല, അതുകൊണ്ടാണ്. ഞങ്ങള് രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞിട്ട് തൊലി പൊളിച്ച് തരാം. അതെ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. കൊള്ളാം. ഇപ്പൊ അച്ഛൻ വന്ന അച്ഛന് വരണമെന്ന്. അച്ഛാ അച്ഛാ വേണ വാ. നീ വേറെ പുഴുങ്ങാൻ വെക്കേണ്ടി വരും. എന്നാലും എന്താ പുഴുങ്ങി ഏത്തപ്പഴം തിന്നാണോ ഗുണാണെന്നാ പറയണോ? നിങ്ങളത് പൊളിച്ച് തിന്നാനുള്ളതാണോ? ഇല്ല ഈ ചൂട് കൂടുതലായോണ്ട് ഇതുകൊണ്ട് പൊളിക്കാനില്ലാന്ന് പറഞ്ഞു. പുതിയ ടെക്നിക്കൽ പൊളി കണ്ട. ഇതാകുമ്പോ അടിപൊളിയായിട്ട് കൈക്ക് ചൂടുണ്ട്. അതിപ്പോ ഒരാള് പൊളിച്ചാ മതിയല്ലോ അല്ലേ? കാണുന്നേ കണ്ട. ഒരാള് പൊളിക്കുക, ഒരാള് തിന്നുക. അതെ ഓരോന്ന് പൊളിക്ക. നമ്മുടെ അച്ഛൻ നേരത്തെ വന്നാ അച്ഛനും ഒരു പീസ് തരാം. ഓരോന്ന് പൊളിക്കുക, പൊളിക്കുന്നത് തിന്നുക. എനിക്ക് പരീക്ഷണം ചെയ്യാൻ ഇച്ചിരെങ്കിലും വെച്ചേക്കണേ. പരീക്ഷണം അച്ഛൻ പാത്രം പാടി വരുന്നുണ്ട്. ഇന്നെന്നാണെന്നറിയാവോ പുതിയ റെസിപ്പി? ഇങ്ങോട്ട് വാ പറഞ്ഞു തരാം. ചവറ് വണ്ടി അല്ല അച്ഛാ. ഇത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് തൊലി പൊളിക്കുക കണ്ട. കയ്യിലാക്കാണ് അതുകൊണ്ട് വിളിക്കണം. ഒരേ ക്ഷണത്തിൽ കഴിച്ചോ? അല്ല അത് പറഞ്ഞാ പോരെ. കണ്ട കൂട്ടുകാരെ അടിപൊളിയായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കണ്ട. അയ്യോ അപ്പൊ ഇന്നാ ഇതിനാണോ എന്നെ വിളിച്ച്? അതെ ഞാൻ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിരുന്നോ? എനിക്ക് കൈക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് ഇങ്ങനെ അതിന്റെ വേറൊരു കാര്യമുണ്ട് മകനെ. അച്ഛാ ഇത് ഇത് പൊളിച്ച് വയനാട്ട് വെക്കാൻ അപ്പൊ നിങ്ങൾ വാ പൊളിക്കൂടെ എന്നെ വിളിച്ചല്ലേ? അച്ഛാ ഇത് ചൂടോടെ പൊളിക്കാൻ എളുപ്പം. പിന്നെ ശരണ്യ പുതിയ ഐറ്റം കൊണ്ടുവന്ന അച്ഛാ എന്നാണ്? ബ്രെഡും ഏത്തപ്പഴവും കൊണ്ട് പുട്ട് പുഴുങ്ങാണ്. പുട്ട ചപ്പാത്തി പോലെ സംഭവം. ചപ്പാത്തിയാ? അതിനൊരു പേര് എനിക്കറിയാൻ മേല. ഒരു ചേച്ചി നടക്കും. സത്യം പറഞ്ഞ ശരണ്യ ബ്രെഡും പഴവും കൊണ്ട് പുട്ട് പുഴുങ്ങിയാല് അത് നമുക്ക് അടുത്തേത് നോക്കാം. അടുത്തതിന് നോക്കാല്ലേ? അത് അടിപൊളിയായിരിക്കും അല്ലേ? അതെങ്ങനെ വരും? ബ്രെഡ് പൊടിച്ചയച്ച് പുട്ടിന് പോലെ ഇതങ്ങോട്ട് ഇടുക, പഴവും വെച്ച് കൊടുക്കുക. അപ്പൊ കറിയും വേണ്ട. തേങ്ങ അപ്പഴേ വെക്കണം, നല്ലല്ലേ ആവി കയറുള്ളൂ. അപ്പോഴും കുഴപ്പമുണ്ട്. ബെഡ് ഇതായിപ്പോ വെള്ളമായിപ്പോ ആവി കൊണ്ട് ഒന്ന് നോക്കാം. പിന്നെ അപ്പൊ ശരണ്യ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് കണ്ട. അപ്പൊ ഇനി ബാക്കി ശരണ്യയുടെ പരിപാടി. എന്നാ ഇടിച്ചും കൂടെ കൂട്ട്. ഇടിച്ചു കൂട്ടണം. ശനി ഇടിച്ചു കൂട്ടിയാ മതി. എന്നാ ഇടിച്ചു കൂട്ട. കുഞ്ഞി കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചു കൂട്ടണ കാണാൻ നല്ല രസമാണ്. അച്ഛന്റെ കർത്തവ്യവും അച്ഛൻ നിറവായിട്ട്. ഇനി 3 പേരുടെ വയറ് നിറഞ്ഞല്ലോ. ഞാനും കഴിച്ച് അച്ഛനും കഴിച്ച തൃപ്തിയായല്ലോ. തൃപ്തിയായി. ഇനി എന്റെ ശരണ്യ കഴിച്ചാ മതി. എനിക്ക് വേണ്ട. കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യ ഇത് കുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ട അല്ലേ? ഇത് കുഴച്ച് കൂട്ടി കഴിയുമ്പോ പറയാ എങ്ങനെ ഉണ്ടെന്ന്. അല്ല ഉടച്ചടിക്കണല്ലേ? നെക്കി കൊടുത്താൽ മതി ശരണ്യ, അതുകൊണ്ട് ഇടിക്കണ്ടേ. നെക്കി അമർത്തിക്കോ കണ്ട, അങ്ങനെ അമർത്തിക്കോ. അത് തന്നെ. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഇതെല്ലാം ഒന്നിച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കാം. ഞാൻ കൈയെല്ലാം കഴുകിയതാ കേട്ടോ. കൈയെല്ലാം കഴുകിയതാണ് കണ്ടത്. അതിലാട്ട് ഇട്ടണ്ടിരിക്കുകയാണ് ആ പൊടിച്ച ബ്രെഡ്. അതിലാട്ടിട്ടിരിക്കുക. ആ ബ്രെഡ് ഇച്ചിരി പൊടിക്കുമ്പോൾ തന്നെ കൂട്ടുകാരെ ഇത് ഇണക്കി ഒന്ന് തിന്ന് നോക്കണം കേട്ടോ. എന്നാ ടേസ്റ്റാണ്. ഏലക്കായും മധുരവും എല്ലാം കൂടി അടിപൊളിയാണല്ലേ? അപ്പം അങ്ങനെ ഇനി ഇതൊന്ന് ശരണ്യ കുഴച്ച് കൂട്ടണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കത്തില്ല അല്ലേ? നമുക്ക് പഴത്തിന്റെ ആ ഒരു ജലാംശം ഉണ്ട്. വെള്ളം ഉള്ളല്ലോ.
ആ അപ്പം ഇതൊന്ന് കുഴച്ച് കൂട്ടിയിട്ടൊക്കെ നമുക്ക് കൂട്ടുകാരെ കാണിക്കാം അല്ലേ? വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ബ്രെഡ് പൊടിയും പിന്നെ നമ്മുടെ തേങ്ങയും ഏലക്കായും മാത്രം പൊടിച്ചിട്ട് വേറെ ഒരു സാധനം ഇതിന് ചേർത്തിട്ടില്ല. ഈ കൂട്ടുകാർക്ക് വല്ല സംശയം വരുന്നെന്നാ പറഞ്ഞുകൊണ്ട്. അതെ, സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിന് താഴെയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അതിലുണ്ട് അല്ലേ? ആണ്. ഇത് നമുക്ക് മഴയെന്ന് പറഞ്ഞ ചേച്ചിയാണ് പറഞ്ഞു തന്നത്. അതെ, പിന്നെ വേറെയൊക്കെ ഒത്തിരി പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോരുത്തരുടെയും നമ്മുടെ സാഹചര്യം അനുസരിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. ചേച്ചി എന്നോട് കുമ്പളപ്പം ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അത് ചെയ്യാൻ എന്താണല്ലോ, അന്ന് ഞാൻ വീട്ടിൽ നിന്ന് മേലാതെ പോയിരുന്നോണ്ട് ഇല പറിക്കാൻ പോയില്ല. അപ്പൊ ഞാൻ ഇനി വീട്ടിൽ പോകുമ്പോ ഇലയും പറിച്ചിട്ട് വന്ന് അത് ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നതാണ്. അതെ, ഓരോരുത്തരങ്ങനെ ഫോണിൽ കൂടി ശരണ്യക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ റെസിപ്പി അല്ലേ? ആണല്ലേ. ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. കുറച്ച് കൂട്ടിട്ട് അപ്പം അങ്ങനെ ശരണ്യ പരത്തിയെന്ന് ഉരുട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല സ്പോഞ്ച് പോലെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനി ഇതെന്നാ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഓരോ ഉണ്ട എടുത്ത് നമ്മുടെ ലഡുവിന്റെ വലിപ്പമില്ലേ അതാക്കണം. ആക്കണം. എന്നാ ഉണ്ട് ഉരുട്ടിക്കോ, ഞാൻ പരത്തിത്തരാം കേട്ടാ. എന്നിട്ട് അത് കഴിഞ്ഞ് അങ്ങനെ ശരണ്യ അമ്മയും കൂടി ഉണ്ടയൊക്കെ ഉരുട്ടി എടുക്കണുണ്ട്. അച്ഛനാണെങ്കിൽ പുറകിൽ നോക്കി നിൽക്കുന്നു. മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. അതെ, പിന്നെ ഇത് ശരണ്യ മൊത്തം ഉണ്ട ഉരുട്ടി എടുക്കണ്ടേ? അമ്മ ഉരുട്ടിയില്ലേ? അമ്മ ലഡു പോലെ ആക്കിയിട്ടുണ്ട്. എന്നാലും കൂട്ടുകാരവർക്കും ഇതായിരിക്കും റെസിപ്പി എന്ന്. ഇപ്പൊ ശരണ്യയുടെ മനസ്സിൽ വേറെയൊക്കെ എന്തോ ഐഡിയ ഉണ്ട് അല്ലേ? ലഡു പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ പലകയെ വെച്ചല്ലേ? ശരണ്യ തുടങ്ങിയ ഈ ഓരോ ഉണ്ടയും ഇങ്ങനെ ആക്കി എടുക്കണം. ചപ്പാത്തി പരത്തണ പോലെ വടിയില്ലാതെ ഇതുകൊണ്ട് പരത്തിയാണ്. എന്നാ ഒരു പണി ചെയ്യട്ടെ ശരണ്യ, ഞാൻ പരത്തിത്തരാം. ഞാനിങ്ങനെ പരത്താം. ശരണ്യ എന്നോട് പറഞ്ഞു തന്നല്ല ആ രീതിക്ക് ഞാൻ പരത്താം. ചുരുട്ടണം അല്ലേ? എങ്ങനെ? അതുപോലെ ചെയ്യണം അല്ലേ? അപ്പൊ ഞാൻ ചെയ്യട്ടെ? ഓ, ഇന്നെങ്കിലും സമ്മതിച്ച്. നമ്മളിങ്ങനെ ബോൾസ് ഒക്കെ എടുത്ത് നമ്മളിത് ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ശരണ്യ വേണേ സൂം ചെയ്ത് കാണിച്ചു. വേണ്ട, ഇങ്ങനെ ബോൾസ് വെച്ച് ബോൾസ് ഇങ്ങനെ നീളത്തിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിലാക്കിയാണ് കണ്ട കൂട്ടുകാരെ. ഇത് ഇങ്ങനെ നീളത്തിലാക്കണം. അതുപോലെ ഇതിൻ്റെ വണ്ണം കുറക്കണം. നമ്മൾ ഇങ്ങനെ വെച്ച് ഇപ്പം പാചകക്കാരൻ ഞാനാണ്. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ട് അപ്പം ഇങ്ങനെ നീളത്തിലാക്കണം. നമ്മൾ ചപ്പാത്തി പലക ഉരുട്ടിയല്ലേ, അതുപോലെ വർത്താനം പറഞ്ഞിട്ട് അങ്ങോട്ട് ഉരുട്ടി കൊടുക്കുക. അപ്പം അത് നമ്മുടെ അമ്മയും മണ്ണുണ്ട്. അമ്മക്കറിയാമല്ലോ എന്നാണ് അല്ലേ അമ്മേ? നമുക്കിത് അറിയാവോ? അപ്പൊ അതെ ഇത് കണ്ട കൂട്ടുകാരെ, അത് ഇങ്ങനെ ഒന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുക്കും. ഒറ്റ കൊണ്ടുവന്ന് കണ്ട ഇങ്ങനെ പരത്തി കണ്ട നല്ല നീളത്തിലാക്കണം. പേന പോലെയുണ്ട്. പേന പോലെ. അപ്പൊ ഇത് മാക്സിമം നമ്മൾ നീളാക്കണം, എന്നാലേ നമുക്കിത് ചുരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വരെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. കണ്ട ഇതൊക്കെയാണ് ടെക്നിക്ക്. പുതിയ തരം ഐറ്റം ആണല്ലേ ശരണ്യ? എനിക്കും ശരണ്യക്ക് മാത്രമേ. നമുക്ക് മായെന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞു തന്നെ. അപ്പൊ പരത്തി ഇട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊന്ന് ഇതൊന്ന് ചുരുട്ടാം. ശരണ്യ എന്തോ ഒന്ന് വേണേ കാണിച്ചു കൊടുത്തേ. ക്യാമറ സൂം ചെയ്ത് കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ റൗണ്ട് ചെയ്യണം. നമ്മൾ നുറുക്കൊക്കെ ഇണക്കിയല്ലേ, നുറുക്കൊക്കെ ഇണക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്യുമല്ലോ എന്ന് പറഞ്ഞ പോലെ പിന്നെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. കണ്ടാ ശരണ്യ? അമ്മ കണ്ട? ഇത് എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ചേർപ്പിച്ചും കൊടുക്കുക. കണ്ട
കൊള്ളാം അടിപൊളി ഐറ്റം ആയില്ലേ? കൊള്ളാം. സൂപ്പർ. അപ്പൊ കൂട്ടുകാരെ ഇത് കണ്ട, ഉണ്ടല്ലേ? അപ്പൊ കൂട്ടുകാരെ കണ്ട അകവും പുറവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് അപ്പൊ അതുപോലെ ഇതുപോലെ ഈ കാണുന്ന ബോൾസ് എല്ലാം നമ്മൾ ചെയ്തെടുക്കട്ടെ. അമ്മ എങ്ങനെയുണ്ടമ്മ? കൊള്ളാം, സൂപ്പറാണ്. ഇപ്പൊ ഷിജുമോനും പരീക്ഷണം ചെയ്യാൻ പഠിച്ച്, ശരണ്യം പഠിച്ച്, നല്ലതാണ്. ഞങ്ങൾ അങ്ങനെ പാചക കുടുംബമായി. അല്ല പരീക്ഷണ കുടുംബം. പരീക്ഷണ കുടുംബം അല്ലേ? അപ്പൊ കൂട്ടുകാരെ പല ഷേപ്പിലുണ്ടാക്കി വെച്ചു. കണ്ട പല രീതിയിലാണല്ലേ, പല മോഡലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏത് ഡിസൈനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ബേസിക് ഡിസൈൻ ആണ് കേട്ടാ. എന്താണ് ചെയ്യാൻ പോകുന്നത്? എണ്ണ കത്തിക്കോ? ഇത് ദേ ശരണ്യ ഞാൻ അന്ന് കൂട്ടുകാരോട് പറഞ്ഞു, നമ്മള് നെയ്യ് ഇച്ചിരി ഒഴിക്കും. ഒരു പാൻ വെച്ചിട്ടുണ്ട്, നെയ്യ് തൂക്കും. നെയ്യ് തൂത്തേച്ചും നമ്മള് ഇതൊന്ന് വറുത്തെടുക്കും. അതെ, ഒന്ന് കണ്ടോട്ടെ. കണ്ടാ? അങ്ങനെ ശരണ്യ ഞാൻ ബ്രഷ് ഉണ്ട് ശരണ്യ, ഒന്നും ചെയ്യണ്ട. ഒന്ന് എന്നാലും ഒന്ന് ആ ബ്രഷ് കൊണ്ടൊന്ന് തൂത്തേരി. നമ്മുടെ ബ്രഷ് എന്തേ കണ്ട. അപ്പൊ എല്ലാരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവരൊക്കെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. പല പല ഇത് കണ്ടപ്പോഴേ അപ്പൊ അതേ കണ്ട ശരണ്യതേ അത് എടുക്കാനായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട്. കണ്ട കൂട്ടുകാരെ, അങ്ങനത്തെ ശരണ്യ ഒരെണ്ണം ആദ്യം തന്നെ വെക്കുകയാണ്. ഓ അങ്ങനെ കണ്ട അടിപൊളിയായിട്ട് അത് അതിലേക്ക് കിടന്ന് ഓരോന്നോരോ പിന്നെ അടുപ്പിച്ച് വെച്ചുകൂടും. അപ്പൊ ശരണ്യൊക്കെ എടുത്ത് അല്ലേ, അല്ല പാത്രം പിടിച്ചു തരും. അല്ല അച്ഛനും സഹായിക്കുന്നു അല്ലേ. അമ്മതെ അത് കോരാനായിട്ടുള്ള പാത്രമായിട്ട് നിൽക്കുക. അപ്പൊ ശരണ്യ ഉണ്ടാവും ഓരോന്നും ഇടിയാണ്. ശരണ്യ പല മോഡലാക്കി അല്ലേ, സെറ്റാണ്. ആഹാ ഇത് ഒരു വെറൈറ്റി ആണ്. ഇത് വെറൈറ്റി സാധനം കണ്ടാ, കണ്ട വെറൈറ്റി കണ്ടാ, ഇങ്ങനെ ചെയ്യണം. സൂപ്പറാണ് കേട്ടാ, അടിപൊളി. അപ്പൊ ഇത് പറഞ്ഞു തന്ന ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. അടിപൊളി. അച്ഛാ അച്ഛൻ ഇപ്പൊ ചൂടേടെ അതൊരെണ്ണം കഴിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹമില്ല. അതാണ് ആ ത്രില്ല്. പിന്നെ മണം വരാതിരിക്കും, നെയ്യിലാണ്. അങ്ങനെ ശരണ്യ ഓരോന്നും മറിച്ചണ്ടിരിക്കുന്നു. അന്നേരം ആ നേരത്തത് അച്ഛൻ്റെ പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ആദ്യത്തത് അല്ലേ. അപ്പൊ ഇനി ഇത് കൂടി ഒന്ന് വെന്ത് വരട്ടെ കൂട്ടുകാരെ. അങ്ങനെ അതെ അച്ഛൻ സഹായിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ശരണ്യനല്ലേ. അങ്ങനെ അത് കണ്ട അദ്ദേഹം മറിച്ചൊക്കെ ഇട്ട് സഹായിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛനും മകളും കൂടിയായി പാചകം. അമ്മ അവിടെ അന്നേരം എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ്, പാത്രമൊക്കെ എടുത്തോണ്ടിരിക്കുന്നു അല്ലേ. കണ്ട അവര് രണ്ടുപേരും നല്ല പാചകത്തിലല്ലേ. അതെ, അങ്ങനെ അച്ഛൻ സപ്പോർട്ട്. അച്ഛന് അങ്ങനെ കുറ്റപ്പെടുത്തരുത്. പറച്ചില്ലുണ്ട്. എടുത്തോളെ മൂത്ത് എന്നാ ഇതുകൊണ്ട് എടുക്ക്. ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരെണ്ണം എന്റെ ആഗ്രഹമല്ലേ, അച്ഛനൊന്ന് എടുത്ത് നോക്ക്. അച്ഛൻ്റെ തന്നെത്താൻ എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം തട്ടുകടയിൽ നിന്ന് വിറക്കണ പോലെ പൊറോട്ട. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ സിമ്പിള് പരിപാടിയാണല്ലേ ഇത്. ഇതൊരു സിമ്പിള് പരിപാടിയാണ്. ഇതേ കണ്ട റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ടേസ്റ്റ് കൂടുക. അങ്ങനെ അതെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലേ. എന്നാണ് ശരണ്യ? ഇന്ന് അമ്മയാണ് ചെയ്യാൻ പോകുന്നത്. അതെ, അമ്മയാണ്. അമ്മയുടെ മുഖത്ത് ആ പുഞ്ചിരി കാണുമ്പോൾ അറിയാം. ഓ ആ സന്തോഷം മുഖത്ത്.
കഴിക്ക്. പേടിച്ച് പേടിച്ചാ കഴിക്കുന്നത്. അതെ, കൊള്ളാം. ഒന്ന് ചവച്ചിറക്കമ്മ. ചവച്ച് നല്ല ചൂട് കൊണ്ടായിരിക്കും ചിലപ്പോ. അല്ല, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ആണല്ലേ? എന്നാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കഴിച്ചു നോക്കിക്കോ. ഞാൻ ഇത് കഴിച്ചിട്ട് പറയാം. അമ്മ ഇങ്ങനെ ചെയ്യുമ്പോഴല്ല ഇതൊക്കെ ഇങ്ങനെ എടുക്കണം. മക്കളെ ഞങ്ങള് നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ. മക്കൾക്ക് തരാൻ പറ്റാഞ്ഞിട്ടല്ല, ഇവിടം വരെ വന്നാൽ എപ്പോ വേണേലും തരാം. അപ്പൊ ഇത് ആദ്യം ടേസ്റ്റ് നോക്കട്ടെ. അച്ഛൻ പൊളിച്ച് സെറ്റപ്പ്. കണ്ടാ ശരണ്യ? ഇതാ correct. അതെ, അപ്പൊ കൂട്ടുകാരെ, അപ്പൊ ഇനി ശരണ്യ ഒന്ന് തിന്ന് നോക്കിക്കോ. സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ, ആ അടിപൊളിയാണ്. ഇത് ആര് പറഞ്ഞ ശരി ഇങ്ങനൊക്കെ? മായെന്ന് പറഞ്ഞ ചേച്ചി നമ്മളെ വാട്സാപ്പിൽ അയ്യോ, അവർ ഈ മായ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ബിഗ് സല്യൂട്ട് ഒന്ന്. പിന്നെ ഇത് പറഞ്ഞ ആഴ്ച ഭാഷയായിട്ട് കൊടുക്കണം. അതെ, അപ്പൊ ആ ചേച്ചിയൊക്കെ ചെയ്ത് നോക്കിയിട്ടായിരിക്കും നമുക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അപ്പൊ കണ്ട അമ്മ മക്കളെ ഇത് പിന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വരിക. അതെ, അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കും. അപ്പൊ അമ്മ ആദ്യം ഒന്ന് എളുപ്പം പരിപാടിയാ. കൂട്ടുകാരെ, അമ്മ ഒന്ന് ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് കൂട്ടുകാരെ വിളിച്ചത്. അല്ലേ? അങ്ങനെ വേണം. നല്ലതാണെന്ന് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. വിളിക്കാം, നമ്മള് പറഞ്ഞിട്ട് സത്യം പറയാം. അമ്മ ടേസ്റ്റ് ചെയ്തപ്പോ എനിക്ക് അത്ര എന്താണ് അമ്മ ഒരു ഇനി വല്ല എന്തെങ്കിലും അതില് പോരായ്മ ഉണ്ടോന്നോ? അതാണ് ഞാൻ മേടിച്ച് ഞാൻ നോക്കിട്ട് എനിക്ക് കുറ്റമുള്ളത്. അതാണ് സാധനം. അതെ, അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോസ്. അല്ലേ? അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പാവപ്പെട്ട ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കില്ല. അതെ, അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവങ്ങളും പെരുന്നാളുകളും എല്ലാം ആഘോഷങ്ങളും നടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര വേള. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.